ഒന്നാമത് കേരളീയർക്ക് മൊത്തം നമ്മൾ കേരളീയർ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറച്ചുകൂടെ ലാവിഷായിട്ടുള്ള ജീവിതശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ നല്ലതുപോലെ ജനസംഖ്യ കുറഞ്ഞു, വരുമാനം ആ തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ശരാശരിയേക്കാളും കൂടുതലാണ്. വിദേശ ബന്ധം സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് വാഹനങ്ങൾ മുതൽ എല്ലാത്തിനകത്തും ഫോണ് വാഹനം എല്ലാത്തിനും ഉണ്ട്. അപ്പം ഈ ഒരു പഞ്ചായത്തിൻ്റെ ആയാലും ഒരു സഹകരണ സംഘത്തിൻ്റെ ആയാലും ഉപയോഗത്തിന് വണ്ടി ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ക്രിസ്റ്റ വേണമെന്നാണ് ആദ്യത്തെ ഡിമാൻഡ്. ഞാൻ പറയാം, ഇതൊരു വാഹനത്തിൻ്റെ ചിലവ് മുതൽ സർക്കാർ ഡൽഹിയിലാണെങ്കിൽ സർക്കാർ സംവിധാനത്തിനകത്ത് ഡൽഹിയിൽ തന്നെ ദൂരം പോകുന്നതിന് വലിയ വണ്ടി വേണം എന്നുള്ളത് എനിക്ക് തർക്കാഭിപ്രായമില്ല. പക്ഷേ ഡൽഹിയിൽ സിറ്റിക്ക് അകത്ത് മാത്രമാകുമ്പോൾ സിയാസാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പം ഒരു ജില്ലയെ മൊത്തം യാത്ര ചെയ്യുന്ന ആളുകൾ അതൊക്കെ ഉണ്ടാവും. പക്ഷേ വാഹനത്തിൻ്റെ മുതൽ എല്ലാത്തിനും വരാം. പിന്നെ അതൊക്കെ ഒരു ഈഗോയും ഒരു പ്രസ്റ്റീജും ഒക്കെ ആയിട്ട് തന്നെ പലപ്പോഴും കാണും. നമ്മളിപ്പം വൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ സയൻറ്റിസ്റ്റുകളും പ്രൊഫസർമാരും ഒക്കെ അവരൊന്നും ഇത്തരം കാര്യങ്ങൾ കെയർ ചെയ്യില്ല. പക്ഷേ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരം കമ്പാരിസൺ വരും. പിന്നെ ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിൽഡിങ്ങിൻ്റെ ഞാൻ കൊല്ലത്തെ ഒരു കോടതി ബിൽഡിങ് 147 കോടി രൂപയുടെ ഡിസൈനാണ് കൊണ്ടുവന്നത്. ഫയൽ മാത്രം 47 കോടി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതുപോലെ കുറേ കാര്യങ്ങൾ അത് നമ്മൾ റീവർക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഹൈക്കോടതി ജഡ്ജി, ചുമതലയുള്ള ജഡ്ജി ഉൾപ്പെടെ സഹായിച്ച്, ജില്ലാ ജഡ്ജി സഹായിച്ച് നോക്കി അത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഇപ്പം 80 കോടിയുള്ളൂ. അപ്പം നിങ്ങൾ പറയുന്ന ഈ എവിടാണ് ആർഭാടം, എന്താണ് വേസ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്തല്ല നമ്മൾ പലപ്പോഴും പറയുന്നത്. ഒരു മന്ത്രി ഇങ്ങനെ പോയപ്പോൾ ഇന്ന കാറിൽ പോയി, അല്ലെങ്കിൽ ഇന്ന വിദേശത്ത് യാത്ര ചെയ്തു, ആർഭാടങ്ങൾ എല്ലാം കൂടെ ചിലവായി എത്ര പൈസ ചിലവാകുക? പക്ഷെ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഏത് ചെറിയ ഇടവഴി ആയാലും ഇപ്പം BMBC എന്നൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഇൻറ്റീരിയർ റോഡുകളെക്കാളും നല്ല റോഡ് വേണം. BMBC വെച്ചാൽ ഇത്ര ലോഡ്, ഇത്ര പിന്നെ ആൾ പോകുന്ന വണ്ടി, അങ്ങനെയൊക്കെയുള്ള റോഡുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഈ വേണ്ടത് സ്കൂളിലെ ഒരു ബിൽഡിംഗ് പണിയാനാണെങ്കിൽ ഈ റോഡ് മാത്രമല്ല, ടീച്ചർമാർ കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ട്. ആകെ 40-30 കുട്ടികളേ ഉള്ളൂ സ്കൂളിൽ. ടീച്ചർ ഒരു 4 കോടി രൂപയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അത്രയും കുട്ടികളില്ല. അവിടെ ഒരു 500 പേരിക്കുന്ന ഓഡിറ്റോറിയം വേണം അവരുടെ ഡിസൈനില്ലേ. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പലപ്പോഴും ഇങ്ങനൊരു റിയലിസ്റ്റിക് അല്ലാത്തത് തന്നെയാണ്. ഞാനപ്പം പറഞ്ഞു, ഏറ്റവും പഴയ ബിൽഡിങ്, കാറ്റ് കയറുന്നൊരു ബിൽഡിങ് കേരളത്തിൻ്റെ വാസ്തുശില്പ മാതൃക അനുസരിച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ബിൽഡിങ് സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ കാറ്റ് കയറണം. ഇപ്പം തന്നെ നമ്മൾ പഴയൊരു വീടിനകത്ത് തട്ടൊക്കെ ഉണ്ട്, ജനലോട് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂടടിക്കത്തില്ല. അതേസമയം ഒരു കോൺക്രീറ്റിൻ്റെ 10 അടിക്ക് താഴെയുള്ള കോൺക്രീറ്റ് വാർത്ത ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അതിനേക്കാളും ശ്വാസം മുട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ നമ്മുടെ കാഴ്ചപ്പാടുകൾ വേണം. ഇത് മാത്രമല്ല, പ്രകൃതിയായിട്ട് എങ്ങനെയുണ്ട്, എനിക്കും നമുക്കെല്ലാം പോരായ്മകളുണ്ടേ. ഞാൻ പറയും, നമ്മളെല്ലാം ഇത് പറയുന്നതുകൊണ്ട് നമ്മളെല്ലാം കറക്റ്റായി എന്നല്ല. പക്ഷെ നമുക്ക് പൊതുവിൽ ചർച്ച ചെയ്താൽ പല കാര്യങ്ങളിലും നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും.